ദില്ലിയുടെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. രാവിലെ 11 മണിക്ക് ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷിയോഗം ചേരും. അരവിന്ദ് കെജ്രിവാളിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. അതിഷി മർലേന പുതിയ മുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന. സൗരഭ് ഭരദ്വാജ്, ഗോപാൽ റായ്, കൈലാഷ് ഗെഹ്ലോട്ട് തുടങ്ങിയ പേരുകളും ചർച്ചയിലുണ്ട്. കെജ്രിവാൾ ഇന്ന് ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറും. വൈകിട്ട് 4:30-ക്കാണ് ഗവർണറുമായുള്ള കൂടിക്കാഴ്ച. ആദിൽ പാലോടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അതിലെന്തായാലും ദില്ലിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിവസമാണിന്ന്. ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷിയോഗം 11 മണിക്കാവും ചേരുക. ആരാകും മുഖ്യമന്ത്രി, അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തന്നെ കാത്തിരിക്കുകയാണ് ദില്ലിയും. അതിഷി മർലേനയ്ക്ക് തന്നെ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. എപ്പോഴാകും ഈ യോഗം തുടങ്ങുക? മറ്റു വിവരങ്ങൾ 11 മണിയോടെ യോഗം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്രതീക്ഷിതമായിരുന്നു മുഖ്യമന്ത്രിയുടെ രാജി. അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുമ്പോൾ പകരം ആര് ആ സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് 11 മണിയോടെ നിയമസഭാ കക്ഷി യോഗം ചേരും. ഇതിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓരോ മുതിർന്ന നേതാക്കളുമായും വ്യക്തിപരമായി അരവിന്ദ് കെജ്രിവാൾ സംസാരിച്ചിരുന്നു. പാർട്ടി കൺവീനർ കൂടിയാണ് കെജ്രിവാൾ. അതുകൊണ്ട് തന്നെ ഒരു നിർണായക തീരുമാനം കെജ്രിവാളിൻ്റെ മനസ്സിൽ ആരാണ് എന്നുള്ളത് ഇന്ന് വ്യക്തമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അതിഷി മർലേന് തന്നെയാണ് സാധ്യത കൂടുതൽ. പ്രധാനപ്പെട്ട പല വകുപ്പുകൾ, ഈ സർക്കാർ വകുപ്പുകൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അതിഷിയാണ്. ധനം, റവന്യൂ, വിദ്യാഭ്യാസം അടക്കമുള്ള വകുപ്പുകൾ അതിഷിയുടെ കൈവശമാണുള്ളത്. നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്താൻ നിർദ്ദേശിച്ചിരുന്നതും അതിഷിയുടെ പേരാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതായാലും അതിഷിക്ക് മുൻതൂക്കമുള്ളപ്പോഴും ഗോപാൽ റോയ്, കൈലാഷ് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും സജീവ പരിഗണനയിലുണ്ട്. ഇനി MLA-മാരല്ലാത്ത ആരെങ്കിലും ഒരു 6 മാസത്തേക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാത്രമായി കൊണ്ടുവരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഏതായാലും ഇതിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിഷിക്ക് സാധ്യതയുണ്ട് എന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറയാനാകും. ഉടൻ തന്നെ ഇന്നത്തോടെ തന്നെ കൃത്യമായൊരു ചിത്രം തെളിയും ആരാണ് മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച്. കഴിഞ്ഞ ദിവസമാണ് 176 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് AAP ആസ്ഥാനത്ത് വെച്ച് താൻ രാജിവെക്കുകയാണ് എന്ന പ്രഖ്യാപനം അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. ആ പ്രഖ്യാപനം അണികൾ വേണ്ട എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ കെജ്രിവാൾ താൻ സത്യസന്ധനാണെങ്കിൽ മാത്രം ഇനി ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ മതി എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടെ, അറിയിപ്പോടെ രാജിവെക്കാൻ സന്നദ്ധതയും പ്രഖ്യാപനവും നടത്തുകയായിരുന്നു. ഏതായാലും അതിലൊരു തീരുമാനം ഇന്നുണ്ടാകും. 4:30-ക്കാണ് ലഫ്റ്റനന്റ് ഗവർണർ സക്സേനയുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഓഫീസ് അങ്ങനെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. ഈ സമയം രാജി നൽകുന്നതിനൊപ്പം ആരെയാണ് പുതിയ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നത്, ആലോചിക്കുന്നത് എന്ന കാര്യവും ഗവർണറെ അറിയിക്കും എന്നതാണ് കൃത്യമായി തന്നെ ഇപ്പോൾ മനസ്സിലാകുന്നത്. ഫെബ്രുവരിയിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ് ഈ വർഷം തന്നെ നവംബറിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും നടത്തണം എന്ന ആവശ്യം അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ആ ആവശ്യം അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടർന്നു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ കൂടുതൽ ശക്തമായും ഊർജിതമായും നേതൃത്വം നൽകുകയും ചെയ്യുന്ന പരിപാടികളിലേക്ക് കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഇന്ന് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കും. പുതിയ മുഖ്യമന്ത്രിയെയും ഇന്ന് തീരുമാനിക്കും. ആര്യ.